ഫ്രണ്ട്സ്, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പാക്കേജ് എന്താണെന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഒരു ക്ലൂ ഞാൻ തരാം. ചെവി വെക്കുന്ന ഐറ്റമാണ്. ഇതിനൊക്കെ ഉള്ള ക്ലൂ എന്താ വേണ്ടല്ലേ? അതെ ഫ്രണ്ട്സ്, ഇതൊരു ഇയർബഡ്സ് ആണ്. ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് വെറും 159 രൂപയ്ക്കാണ്. തംബ്നെയിലിൽ കണ്ടത് നിങ്ങൾ കറക്റ്റ് ആണ്. ഒരു സ്കാമോ പരിപാടിയോ ഒന്നും അല്ല. ഞാൻ ജസ്റ്റ് റീച്ചിന് വേണ്ടി തംബ്നെയിലിൽ ആ ഫോട്ടോ എടുത്തിട്ടതല്ല, അത് സത്യമാണ്. പ്രൂഫ് ഉണ്ട്. ഞാൻ ബുക്ക് ചെയ്തതിൻ്റെ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ബുക്ക് ചെയ്ത് വെറും 159 രൂപയ്ക്കാണ് ബ്ലൂടൂത്ത് ഇയർബഡ്സ് വാങ്ങിച്ചിരിക്കുന്നത് ഒരു വെബ്സൈറ്റിൽ നിന്ന്. ഈ ഒരു വെബ്സൈറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും നമ്മൾ വിചാരിക്കുന്നേക്കാളും വില കുറവാണ്. അതായത് ഭയങ്കര വില കുറവിന് കിട്ടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു ബ്ലൂടൂത്ത് ഇയർബഡ്സ് വെറും 159 രൂപയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുന്നത്? നമ്മൾ ഇവിടുന്ന് ഏറ്റവും കുറവ് തപ്പിക്കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിലായാലും ആമസോണിലായാലും നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് ഒരു 900 അല്ലെങ്കിൽ ഒരു 700 രൂപ. ഏറ്റവും വില കുറഞ്ഞ ഏറ്റവും ചീപ്പ് സാധനം കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് എനിക്ക് വെറും 159 രൂപയ്ക്കാണ് ഈ ഒരു ഇയർബഡ്സ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത് അൺബോക്സ് ചെയ്തിട്ട് എങ്ങനത്തെ ഇയർബഡ്സ് ആണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഇത് പക്ക വർക്കിംഗ് ആണോ, ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ള ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ അവസാനം ഇത് ഏത് വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും വാങ്ങിക്കാമല്ലോ വില കുറവിന്. അപ്പോൾ എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. വെറും 159 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ച ഈ ഒരു ബ്ലൂടൂത്ത് ഇയർബഡ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ പാക്കേജ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിലെ ഏറ്റവും കൂടുതൽ എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വന്നിരിക്കുന്നത് ബ്ലൂ ഡാർട്ട് വഴി. അതായത് 159 രൂപയ്ക്ക് ഞാൻ ബുക്ക് ചെയ്ത സാധനം വന്നിരിക്കുന്നത് പ്രീമിയം ഷിപ്പിങ്ങിൽ ബ്ലൂ ഡാർട്ട് വഴിയാണ് ഗൈസ് ഇത് വന്നത്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഇനി പെട്ടി മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയില്ല. നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നൈസായിട്ട് ഈ ഒരു പാക്കേജ് അങ്ങ് അൺബോക്സ് ചെയ്യണ്. അങ്ങ് വലിച്ച് കീറാണ്, വേറെ ഒന്നും നോക്കുന്നില്ല. നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണണോട്ടോ. ഞാനിത് ഏത് വെബ്സൈറ്റിൽ നിന്നാണ് പർച്ചേസ് ചെയ്തതെന്ന് അറിയാൻ. നിങ്ങൾക്ക് ഇതുപോലെ ഇത്ര വില കുറയുന്ന ഐറ്റംസ് വേണമെങ്കിൽ നിങ്ങൾ അവസാനം വരെ കാണണം. ഓക്കെ, അപ്പോൾ നമ്മൾ പുറത്തുള്ള പാക്കൊക്കെ എടുത്ത് അങ്ങ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നോർമൽ ഇയർബഡ്സ് ഒക്കെ വന്നാൽ തന്നെ ഒരു സ്ക്വയർ ബോക്സിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പാക്കേജിംഗ് ഒക്കെ കൊള്ളാട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്യാം. യെസ്, ഇയർബഡ്സ് ഉണ്ടോ ഫ്രണ്ട്സ്? പറ്റിക്കപ്പെടോ? സാരെ കിട്ടി മക്കളെ. ഇത് ഇതിന്റെ മേളിൽ കൂടി പ്ലാസ്റ്റിക് റാപ്പ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു പെട്ടി കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ എയർപോർട്ടിന്റെ ഒക്കെ പോലെ ഇരിക്കുന്നുണ്ട്. അതിന്റെ ഒരു ബ്ലാക്ക് വെർഷൻ പോലെയാണ് ഇരിക്കുന്നത് എയർപോർട്ടിന്റെ. ഇത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. 159 രൂപയ്ക്ക് കിട്ടിയ സാധനമാണ്. എനിക്ക് ഒരു ഇയർബഡ്സ് സി ടൈപ്പ് ആട്ടോ അത് ചാർജ് ചെയ്യേണ്ടത്. അതെല്ലാവരും ഇവിടെ കറക്റ്റ് ഓർത്തുണ്ട്. എന്തായാലും ഞാൻ കട്ട് എക്സൈറ്റഡ് ആണ്. നമുക്കിത് തുറന്നു നോക്കാം. ഇതിന്റെ ഉള്ളിൽ ഇനി സാധനം ഉണ്ടോന്ന് കുലുക്കി നോക്കിയിട്ട് സാധനം ഉണ്ട്. ഇനി വർക്കിംഗ് ആണോ എന്നൊക്കെ അറിയണമല്ലോ. അപ്പോൾ എന്തായാലും നമുക്കിത് തുറക്കാം. ഞാൻ അധികം സമയമൊന്നും കളയണല്ലേ ഗൈസ്. നല്ല എക്സൈറ്റഡ് ആണ്. ഇത്ര വില കുറവിന് കിട്ടിയതല്ലേ. ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് ഏത് വെബ്സൈറ്റിൽ നിന്ന് അറിയണമെങ്കിൽ അവസാനം വരെ കണ്ടോ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതുപോലത്തെ വെറൈറ്റി അൺബോക്സിങ് വില കുറവിന് കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ അൺബോക്സ് ചെയ്ത് വിടും ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ അറിയണ്ടേ? നിങ്ങളുടെ ഫ്രണ്ട്സിനും അതൊക്കെ അറിയണ്ടേ? ഇതിവിടെ ഇട്ട് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സാധനം ഉണ്ടാവും അടിയിൽ. അവിടെ പോയി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോ. നമുക്ക് 1 മില്യൺ എത്രയും പെട്ടെന്ന് എത്തിക്കണം. അൺബോക്സ് ചെയ്യണം ഞാൻ. ഇനി ഒന്നും നോക്കണില്ല, കീറാനും പറ്റണില്ല ഗൈസ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബോക്സ് നല്ല നീറ്റ് ബോക്സാണ്. പക്ഷെ ഇത് ഇവിടെ ചെറുതായിട്ട് കീറിയിട്ടുണ്ട്. എന്നാലും നീറ്റ് ബോക്സാണ്. പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊള്ളാം. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ഇയർപോഡ്സ് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഉള്ളിൽ സാധനമുണ്ടോ, എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന്. ഓക്കെ, എടോ മോനെ ഗൈസ് ഉണ്ട്. പറ്റിക്കപ്പെട്ടില്ല ഞാൻ. അപ്പോൾ ആ സൈറ്റ് വർക്കിംഗ് ആണ്, റിയൽ ആണ് ആ സൈറ്റ്. അപ്പോൾ എന്തായാലും നമ്മുടെ സാധനം ഇവിടെ ഉണ്ട്. നമുക്കിത് ഇതിങ്ങനെ അങ്ങ് എടുക്കാം. ഓക്കെ, നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലും അവർ പ്ലാസ്റ്റിക് റാപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു മിനിറ്റ് ഇട്ടാ ഞാൻ കാണിച്ചു തരാം. ഏകദേശം വലിപ്പവും ഡിസൈനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചേട്ടൻ്റെ അനിയനും പോലെ ഇരിക്കുന്നുണ്ട് കേട്ടാ. ഇത് ഒറിജിനൽ എയർപോഡ്സ് ആണ്, എയർപോഡ്സ് 2 Pro. ഇത് 159 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ച സാധനം കണ്ട. ഇതും കറക്റ്റ്. ഇതിന്റെ ബാക്കിലത്തെ സിൽവർ സാധനം കണ്ട, അതും കറക്റ്റ്. അടിയിൽ 2 ബട്ടൺ, അതും കറക്റ്റ്. ഇത് 23,000 രൂപ, ഇത് 159 രൂപ. എൻ്റെ പോരെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇതിൻ്റെ റാപ്പ് ചെയ്തേക്കുന്നതും കൂടി അങ്ങ് പൊളിച്ച് കളയാം. അപ്പം എല്ലാം നമ്മൾ കളഞ്ഞു. ഇതാണ് നമ്മൾ 159 രൂപയ്ക്ക് വാങ്ങിച്ച നമ്മുടെ ഇയർബഡ്സ്. വെറും 159 രൂപയ്ക്ക്. വേറെ എക്സ്ട്രാ ഡെലിവറി ചാർജോ ഒന്നും എൻ്റെ ആയിട്ടില്ല. 159 രൂപ കറക്റ്റ് ഞാൻ ഗൂഗിൾ പേയിൽ കൊടുത്തിട്ടുള്ളൂ. എല്ലാം കൂട്ടിയാണ് 159 രൂപ ആയത്. അപ്പം നമുക്ക് ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ബഡ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരെണ്ണമൊക്കെ മിസ്സിംഗ് ആണോ, വർക്കിംഗ് ആണോ എന്നൊക്കെ. അപ്പോൾ ഓപ്പൺ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ ഞാൻ ഓപ്പൺ ചെയ്യണം. യെസ്, ഓപ്പൺ ചെയ്തു. 2 ഉണ്ടോ? ഉണ്ട്, 2 ഉണ്ട്. പക്കയായിട്ട് 2 കൊടുത്തിട്ടുണ്ട് അവർ. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിലിങ് നോക്കിയത് കണ്ട.
അടിയിൽ വരെ അവർ ഒട്ടിച്ചു വെച്ചാണ്. അത് എന്താ പറയുക, ഇത് ഒരച്ചലൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടി. ഇത് എൻ്റെ മോനെ എത്ര കാലമാർത്തത വേണം 159 രൂപയ്ക്ക്. ഇതിൽ എന്ത് ഉടായ്പ ഉണ്ടല്ലോ, ഇനി ചെവി വെട്ടുമ്പോൾ പൊട്ടിത്തെറിക്കാന്ന് അറിയില്ല കേട്ടോ ഗൈസ്. ഓക്കെ, ഇതേ അടുത്തത് നമ്മൾ ഊരിയാണ്. ഇത് 2 നമ്മൾ ഊരിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് അറിയേണ്ട കേസ് എന്തിട്ടാന്ന് വെച്ചാൽ, ഇതില് ഫസ്റ്റ് ഞാൻ കണ്ടുപിടിച്ച ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇവിടെ ഒരു സ്ക്രാച്ച് ഉണ്ട് കേട്ടോ. 2നും ഉണ്ടോ ഇല്ല. ഇതിന് മാത്രം ഇതിന്റെ പുറത്തത്തെ കണ്ട, ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കി കാണാം. കണ്ട, ഇവിടെ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. അതെന്താന്ന് എനിക്കറിയില്ല, ചെറിയൊരു ഉരുകൽ പോലെയാണ്. ചെവി വയ്ക്കുമ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ സ്വയമായിട്ട് എന്നീ തന്നെ പരീക്ഷ നോക്കാൻ വേണ്ടി പോവാണ് ഫ്രണ്ട്സ്. വർക്കിംഗ് ആണ്. ദേ ഇവിടെ കേസിൽ ബ്ലൂ ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നീ തന്നെ ഇത് പരീക്ഷ നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ദേ ഇവിടെ ഫോൺ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൂടൂത്തിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ പേര് കിട്ടണമെന്ന് നമ്മൾ നോക്കാം. ഓക്കെ ഗൈസ്, ഇതുവരെ നമുക്ക് ഇതിൻ്റെ കാണിച്ചിട്ടില്ല കേട്ടോ. മേ ബി ചാർജ് ഇല്ലാണ്ടായിരിക്കും. നമുക്ക് കുറച്ച് നേരം ഈ ഒരു ഇയർപോഡ്സ് ചാർജിലിടാം, എന്നിട്ട് ഞാൻ വരാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളൊരു 10-20 മിനിറ്റ് ഈ ഒരു ഇയർബഡ്സ് ചാർജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം സംഭവം വർക്കിംഗ് ആണെന്ന്. യെസ്, TWS എന്ന് പറഞ്ഞ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് ഈ ഒരു ഫോണിൽ. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. 1 സെക്കൻഡ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഉണ്ടോ, TWS എന്ന് പറഞ്ഞ് വന്ന് എടുക്കുന്നുണ്ടോ? അത് ഇതിൻ്റെ തന്നെയാണ്, കാരണം വേറെ ബ്ലൂടൂത്ത് ഡിവൈസ് ഒന്നും ഇവിടെ ഓണല്ല. ഇപ്പോൾ എന്തായാലും കണക്റ്റ് ആവും നോക്കാം. പേരിങ് കാണിക്കുന്നുണ്ട്, പേരിങ് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കണക്റ്റഡ് യെസ്, കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 10% ബാറ്ററി ഉള്ളൂ കേട്ടോ. പക്ഷേ കണ്ടോ, 10% ബാറ്ററി മാത്രമേ ഈ ഒരു TWSൽ കാണിക്കുന്നുള്ളൂ. ബാറ്ററി ഒക്കെ വളരെ കുറവായിരിക്കുള്ളൂ മേ ബി നിൽക്കുക. എന്തായാലും ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ജെന്യുവിൻ ആയിട്ടുള്ള റിവ്യൂ നിങ്ങളോട് പറയാം. ഇത് എങ്ങനെയാണ്, ക്വാളിറ്റി ഉണ്ടോ, എന്താ പറയുക, വീഡിയോസ് അല്ലെങ്കിൽ ഓഡിയോസ് ഒക്കെ കേൾക്കുമ്പോൾ ജെനുവിൻ ആണ് ഗൈസ്, ഓൺലി ജെനുവിൻ. ഞാൻ എന്തായാലും ഇവിടെ യൂട്യൂബ് എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു സോങ്, എന്തെങ്കിലും പവിഴമല്ലി സോങ് ആണ് ഞാൻ പ്ലേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, പ്ലേ ആവുന്നുണ്ട് ഗൈസ്. കൊള്ളാം ഗൈസ്. മെയിൻ ലൈൻ വരെ കേട്ടോ, അതവിടെ ഞാനിങ്ങനെ കാണിക്കണേ. ഓക്കെ ഗൈസ് സാറ്റിസ്ഫൈഡ്. വെറും 159 രൂപയുടെ സാധനമാണ്. ഞാൻ സാറ്റിസ്ഫൈഡ് ആയി. കാരണം എന്താ, അതായത് ആദ്യം ഞാൻ ഇതിൻ്റെ പ്ലസ് പോയിന്റ്സ് പറയാം. ഫസ്റ്റ് പ്ലസ് പോയിന്റ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയാണ്. 500 രൂപയുടെ ഇയർബഡ്സ് നമ്മൾ വാങ്ങിച്ചാൽ നമുക്ക് കിട്ടുന്ന സൗണ്ട് ക്വാളിറ്റി ഈ ഒരു 159 രൂപയുടെ ഇയർബഡ്സിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഗൈസ്. അത്യാവശ്യം നല്ല രീതിക്ക് സൗണ്ട് ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ബാസ് ആണ്, അത്യാവശ്യം ബാസ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയുന്നത്, ഇത് ചെവി വെക്കുമ്പോൾ വലിയ കനോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. എയർപോഡ്സ് വെക്കുമ്പോൾ ഫീൽ ചെയ്യുന്ന ആ ഒരു സെയിം ഫീലിംഗ് ആണ് കിട്ടുന്നത്. പിന്നെ വേറൊരു മെയിൻ കേസ് ഇതിൽ കണ്ടോ, ഈ ഒരു ബഡ്സ് ഉണ്ട് കണ്ടോ, ഈ ഒരു ബഡ്സ് ഇതിലുണ്ട്. ഈ ഒരു ബഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഈ സാധനം ചെവിയിൽ വെച്ചാൽ പുറത്തത്തെ ഒന്നും കേൾക്കൂല. ഇവിടെ ഞാൻ റൂമിൽ ഫാൻ ഉണ്ട് ഗൈസ്, ഈ ഫാൻ കറങ്ങുന്ന സൗണ്ട് പോലും കേൾക്കുന്നില്ല, ലൈറ്റായിട്ടേ കേൾക്കുന്നുള്ളൂ. അപ്പോൾ സോങ് കൂടി വെച്ച് കഴിഞ്ഞാൽ അത് കേൾക്കൂല, കാരണം ഉറപ്പാണ്. ഇനി ഇതൊന്നും അല്ല കേട്ടോ, എന്നെ ശരിക്കും ഈ 159 രൂപയുടെ ഹെഡ്സെറ്റ് ഞെട്ടിച്ചൊരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ കാണിച്ചു തരാം. സോങ് പ്ലേയിങ് ആണ്, നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ ഇയർബഡ്സിൽ ടച്ച് ചെയ്തു, പോസായി. അതായത് ഇതിൽ ടച്ച് ഉണ്ട് ഫ്രണ്ട്സ്. ഈ 159 രൂപയുടെ ഇയർബഡ്സിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പാട്ട് പോസ് ചെയ്യുന്നത്, പ്ലേ ചെയ്യണേ. ഞാൻ എവിടെയും ക്ലിക്ക് ചെയ്യണില്ല, പ്ലേ ചെയ്തേ. ഒരു വശം കൂടി പ്ലേ. ഇനി വീണ്ടും ഞാൻ നിങ്ങൾക്ക് എവിടെ ഒരു ടൈപ്പ് കാണിക്കേണ്ടല്ല. ഇതിങ്ങനെ പിടിച്ചിട്ടുള്ളൂ ഫോൺ. പോസ് ആക്കിയിട്ടുണ്ട്, ഞാൻ പോസാക്കി, പെർഫെക്റ്റ്ലി പോസ്. വീണ്ടും ഇതൊക്കെ ഇല്ലേ, ഒരു മിനിറ്റ്, ഈ ഫീച്ചറൊക്കെ എയർപോഡ് പ്രോയിലുള്ള ഫീച്ചറാണ്. ആ ഫീച്ചറാണ് വെറും 159 രൂപയുടെ ഇയർബഡ്സിൽ അണ്ണന്മാർ ഇറക്കി വിട്ടേക്കണേ. ഇനി വേറൊരു കേസ് ഉണ്ട്, അത് വർക്കിംഗ് ആണോ എന്ന് എനിക്കല്ല, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയില്ല. അതായത് എയർപോഡ്സിൽ നമുക്ക് ഓളിയം കൂട്ടാൻ എന്തെങ്കിലും സ്വൈപ്പ് ചെയ്താൽ മതി. അത് ഇതിൽ വർക്കാവുമെന്ന് എനിക്കറിയില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ സ്വൈപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ്, അത് വർക്കിംഗ് അല്ല, അത് ഞാൻ പറയാം, അത് വർക്കിംഗ് അല്ല. പക്ഷേ പോസ് ചെയ്യുന്നതും പോസ് മാറ്റുന്നതും ഇതിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എന്താ പറയുക, സ്വൈപ്പ് ചെയ്യുമ്പോൾ ഓളിയം കൂടുന്നത് കുറയ്ക്കുന്നതൊന്നും വർക്കിംഗ് അല്ല. പക്ഷേ പോസ് ചെയ്യാനും പോസ് മാറ്റാനും പറ്റും. അപ്പോൾ ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ വെറും 159 രൂപയ്ക്ക് ഈ സാധനം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അത്യാവശ്യം 500 രൂപയുടെ ഇയർപോഡ്സ് വാങ്ങിക്കുമ്പോൾ ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി വീഡിയോ എൻ്റെ ഇടുമ്പോൾ നിങ്ങളോട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. ഇത് വെറും 159 രൂപയുടെ ഇയർബഡ്സ് ആണ്.
നിങ്ങളോട് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഭയങ്കര ചീപ്പായിട്ടുള്ള ഇയർബഡ്സ് ആണ്. അപ്പോൾ ഇതിന് ഒരു വാറണ്ടി ഉണ്ടാവില്ല. നിങ്ങൾ വാങ്ങിച്ചു വരുമ്പോൾ ചിലപ്പോൾ എനിക്ക് കിട്ടിയ പോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ തന്നെ ഞാനിത് വാങ്ങിച്ചപ്പോൾ ഇവിടെ ചെറിയ സ്ക്രാച്ചും പൊട്ടലൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ എനിക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. കണ്ടു, ഇവിടെ സ്ക്രാച്ചും പൊട്ടലൊക്കെ ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് ഈ ഇയർബഡ്സ് കിട്ടുമ്പോൾ, ഇതാണ് സാധനം, ഈ ഒരു ഇയർബഡ്സ് നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ ചിലപ്പോൾ ഇതിലൊരു ബഡ്സ് ഉണ്ടാവില്ല. ചിലപ്പോൾ ഈ ബഡ്സിൻ്റെ സാധനം വിട്ടിരിക്കുകയായിരിക്കാം, ചിലപ്പോൾ പൊട്ടിയിരിക്കുകയായിരിക്കാം. ഒരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റില്ല, റീപ്ലേസ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇനി രണ്ടാമത്, ഇതൊരു ഇലക്ട്രോണിക് ഐറ്റം ആണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാൻ ഒരിക്കലും ഇത് നിങ്ങളോട് വാങ്ങിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യ്, ലാഭമാണ്, അങ്ങനെയൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം ഇത് ഇത്ര ചീപ്പായിട്ടുള്ള ഐറ്റം ആയതുകൊണ്ട് ഇത് എത്രത്തോളം നാൾ നിൽക്കും, ഇതുകൊണ്ട് എന്തെങ്കിലും ഇഷ്യൂ വരോ ഒന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. ഇത് ഇത്ര രൂപയ്ക്ക് കിട്ടില്ല, ഞാൻ സ്കാം ആയി പെടുമെന്ന് അറിയാൻ സത്യത്തിൽ ഞാൻ അത് വാങ്ങിച്ചേ. പക്ഷേ ഞാൻ സ്കാം ചെയ്യപ്പെട്ടില്ല. ഈ വെബ്സൈറ്റിൽ നിന്ന് എനിക്ക് സാധനം കിട്ടുക തന്നെ ചെയ്തു ഗൈസ്, ഇത്ര വില കുറവിന്. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ള ഒരു മെയിനായിട്ടുള്ള ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം കൊള്ളാം. അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്നെ ശരിക്കും ഇത് ഞെട്ടിച്ച് കളഞ്ഞു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഐറ്റം ഇത്ര വില കുറവിന് എനിക്ക് കിട്ടും, എൻ്റെ കയ്യിലോട്ട് വരും, ഇത് ഡെലിവറി ആവുന്നു. അതും ബ്ലൂ ഡാർട്ട് വഴി ഗൈസ്. ബ്ലൂ ഡാർട്ട് വഴിയാണ് എനിക്ക് ഈ സാധനം കിട്ടിയത്. ബ്ലൂ ഡാർട്ട് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള കൊറിയർ സർവീസ് ആണ്. അതുവഴിയാണ് എനിക്കിത് കിട്ടിയത്. ഇത് വർക്കിംഗും ആണ്, കൊള്ളാം. ഓക്കെ, ഇത്രയും പറഞ്ഞുള്ളൂ, ഇനി വലിച്ചു നീട്ടാനില്ല. ഇനി നിങ്ങൾക്ക് ഇത് ഏതാ വെബ്സൈറ്റ് എന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. ഇത് വെബ്സൈറ്റ് ഏതാണെന്ന് വെച്ചാൽ ഷോപ്പ് ക്ലൂസ് എന്ന് പറഞ്ഞുള്ള വെബ്സൈറ്റ് ആണ്. ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐറ്റംസ് എല്ലാം വില കുറവിന് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ കൂടി ഇത്രേ ഉള്ളൂ. ഇത് ശരിക്കും ഞെട്ടിച്ചു ഫ്രണ്ട്സ്. ഇയർബഡ്സ് തന്നെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഇത്ര വില കുറവിന് എനിക്ക് ഇയർബഡ്സ് കിട്ടുന്നത്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലത്തെ വെറൈറ്റി അൺബോക്സിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണണ്ടേ. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എത്തിക്കണ്ടേ. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.